സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ് എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇന്നും നമ്മുടെ ഫാക്ടറി ഐലൻഡിൽ തന്നെ പണി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫാക്ടറി ഐലൻഡിലെ ഒറ്റ ഫാമിൽ 8 ഫാം അടങ്ങിയിരിക്കുന്നതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ഫാമുകളായ നമ്മുടെ ബീട്രൂട്ടും അതേപോലെ വീറ്റും. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാം. ഈ ഒരു മെലൺ പ്ലസ് പംകിൻ ഫാം ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പോയി കണ്ടാൽ മതി. ഇപ്പം തന്നെ ഇറങ്ങി പോകുന്നത് വേണ്ട, സമയം ഉണ്ടാവല്ലോ, നിങ്ങൾക്ക് വേറെ പണിയില്ലാതിരിക്കല്ലേ. അപ്പോൾ മോനെ ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് ഒരിക്കലും ഈ ഫാമിനെ ജഡ്ജ് ചെയ്യരുത്. കാരണം ഇതിന്ന് കിട്ടുന്ന ലൂട്ട് കണ്ടാൽ നെട്ടും കണ്ട. നമുക്കിപ്പോൾ ഏകദേശം 2.5 സ്റ്റാക്ക് അടുപ്പിച്ച് പംകിനും കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര 1 2 3 4 5 7 8 9 10 11 സ്റ്റാക്ക് അടുപ്പിച്ച് നമുക്ക് മെലൺ സ്ലൈസും കിട്ടിയിട്ടുണ്ട്. കിടിലെന്ന് പറഞ്ഞ കിടില. ഞാൻ ഇപ്പോൾ AFK ഒന്നും നിന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച് നിൽക്കുന്ന സമയം പിന്നെ കഴിഞ്ഞ സമയത്ത് 4 മിനിറ്റാണ് AFK നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം മാത്രം എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഫാം ഇത്രയും എഫിഷ്യൻ്റ് ആണ്, അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആവും ഈ ഒരു ഫാമും കൂടി പറഞ്ഞാൽ. ഈ കാണുന്ന ഈ 2 ഇതിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പതിവ് പോലെ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കാര്യങ്ങൾ ഇതിൽ കൊള്ളായിട്ട് ഞാൻ എൻ്റെ ഇൻവെൻട്രിയിൽ വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളാണ് നമുക്ക് മൊത്തമായിട്ട് വേണ്ടത്. പിന്നെ എപ്പോഴത്തെ പോയാലും അതിൻ്റെ ഒരു കുട്ടി ടൈം ലാസ്, പിന്നെ ഷെയ്ഡർ ഉണ്ടാവില്ല. പിന്നെ ഇതുവരെ സബ് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യാത്തൊരു ഇപ്പോഴത്തെ സബ് ലൈക്കും ചെയ്യ്. നീ ഇപ്പോഴും സബ് ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോഴും ചെയ്യാ. അപ്പോൾ എന്തായാലും അതിനെ കൊണ്ട് കുട്ടി ടൈം ലാപ്സ് കണ്ടിട്ട് വാടാ. ഫൈനലി നമ്മൾ ബിൽഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മളെ ഫാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഒരു മൈൻ കാർട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിരിക്കണം. ഇവിടെ ഒരു അൺലോഡർ വെച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ നോക്കിക്കോളൂ, എങ്ങനെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യം വരും. ഇതണ്ടാ, ഇത് വന്ന് ഇവിടെ സ്റ്റോപ്പാകും. ഇവിടെ സ്റ്റോപ്പാണ് എന്തിനാന്ന് വെച്ചാൽ ആ സാധനം ഫുൾ അൺലോഡ് ചെയ്തിട്ട് പിന്നെ ഇവിടെ മൈൻ കാർട്ട് പോകുള്ളൂ. ഇത് വെച്ചില്ലെങ്കിൽ മൈൻ കാർട്ട് നേരെ ഇവിടെ വന്ന് നിന്ന് പോവും. അപ്പോൾ ഇത് നോക്കിക്കോണ്ടി. പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ വർക്കാണെന്ന് പറഞ്ഞുതരാം. വില്ലേജറിന് ഒരു 9 സ്ലോട്ട് ഉണ്ട്. ആ 9 സ്ലോട്ടും എന്താണ് ഒന്നുമില്ലാന്ന് ഉറപ്പെടുത്തണം. അതായത് ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. അവരൊന്നും നട്ടിയില്ലെങ്കിൽ അവരുടെ കയ്യിലൊന്നുമില്ല. എന്നിട്ട് നിങ്ങളൊരു 9 സ്റ്റാക്ക് എന്താണ് നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്നത് അത് ഇട്ട് കൊടുക്കുക. അത് അവരുടെ കയ്യിൽ ഫുള്ള് നിറഞ്ഞു വിചാരിച്ചു. നിറഞ്ഞിട്ട് അവർ ഏതെങ്കിലും ഒന്നും എത്തിയില്ലെങ്കിൽ അവരുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ട്. അത് അവർ നടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ എന്ത് വർക്കാവുന്നത്. പിന്നെ ഈ ട്രാപ്പ് ഡോർ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിറയുള്ള സാധനം. അപ്പോൾ അവരത് ആ നിറഞ്ഞത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിലിട്ട് ക്രഷ് ചെയ്യാൻ സമ്മതിക്കരുത്. അതാണ് നമ്മൾ സെക്കൻഡ് പോയിന്റ്. അതാണ്. പിന്നെ ഈ മൈൻ കാർട്ട് ഇതെങ്ങനെ പിക്ക് ചെയ്യണം. ഇവരെ കയ്യിൽ ഫുള്ളായതുകൊണ്ട് തന്നെ ഇവർ ഫുള്ള് പൊട്ടിച്ചെടുക്കുമല്ലോ. അപ്പോൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അത് ഈ ഡേട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കും. ഇവരെ കൈ കയറില്ല, അവർ ഇൻവെൻട്രി ഫുള്ളാണ്. അപ്പോൾ ഈ മൈൻ കാർട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഓടി അത് ഫുള്ള് കളക്ട് ചെയ്തെടുക്കും. അങ്ങനെ എന്തിനാ വർക്കിങ്. അപ്പോൾ ഇതിലിപ്പോൾ ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് വന്ന് 14 ബീട്രൂട്ട്. അപ്പോൾ ഫാം ഇറക്കാൻ പറഞ്ഞിട്ട് ഏതോ ഒരു ബീട്രൂട്ട് പെട്ടെന്ന് വളർന്നിട്ടുണ്ട്. ഏതോ കുറച്ച് വീറ്റ് പിന്നെ ഒന്നും വന്നിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും നേരം ഇവിടെ വർക്ക് ചെയ്ത് നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. നോക്ക് എത്ര നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 34 സ്റ്റാക്ക് അടുപ്പിച്ച് നമുക്ക് മെലൺ സ്ലൈസ് വീണ്. അതേപോലെ തന്നെ 1 2 3 4 5 6 7 സ്റ്റാക്ക് അടുപ്പിച്ച് നമുക്ക് പംകിന് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ ഫാം എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഇതിന് വലുപ്പം നോക്കി നിങ്ങൾ വിലയിരുത്തേണ്ട. അത്ര കിടിലനാണ്. 9x9 ബ്ലോക്കിൽ നിങ്ങൾ ഡേറ്റ് വെച്ച് ഉണ്ടാക്കിക്കോളും. ഞാൻ പറഞ്ഞ് കിടിലനായി വർക്കാവുന്ന ഒരു ഫാമാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ തന്നെ മാനുവലായിട്ട് മാറ്റേണ്ടി വരും. ഇവിടെ
അതിന് പൈപ്പ് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ അതിൻ്റെ എപ്പിസോഡിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇന്ന എപ്പിസോഡ് വരുന്നതാണ്. അപ്പോൾ പിന്നെ അതൊക്കെ തന്നെ ഇന്നത്തെ എപ്പിസോഡൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു എപ്പിസോഡൊക്കെ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. ഇപ്പോൾ സബ് ലൈക്ക് ചെയ്യാത്ത നിന്നോട് ഞാൻ പറഞ്ഞതല്ല, ഒന്ന് സബ് ലൈക്ക് ചെയ്യും. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡാണ്. എല്ലാവർക്കും ബൈ 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 ബൈ. ടാറ്റ, സ്റ്റേ ട്യൂൺ.